നേരെ കോട്ടയത്തേക്ക് പോവുകയാണ്. കോട്ടയം വൈക്കം മുറിഞ്ഞിപ്പുഴയിൽ വെള്ളം മറിഞ്ഞ് ഒരാളെ കാണാതായിരിക്കുകയാണ്. സംസ്കാര ചടങ്ങുകൾക്കെത്തിയ ആളുകൾ സഞ്ചരിച്ച വെള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. 30 പേരാണ് വെള്ളത്തിലുണ്ടായിരുന്നത്. ബാക്കിയുള്ളവരെ രക്ഷപ്പെടുത്തിയെന്നുള്ള വിവരം ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. ജോസി ബാബു ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ജോസി, ഈ കാണാതായ ആൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണോ? അവിടെ എന്താണ് വിവരം? പാണാവള്ളി സ്വദേശി സുമേഷിനെയാണ് കാണാതായത്. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയായിരുന്നു ഈ അപകടമുണ്ടായത്. മുറിഞ്ഞിപ്പുഴ കാട്ടിക്കുന്നിന് സമീപത്തെ വീട്ടിൽ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കാനെത്തിയ ബന്ധുത്രാദികളാണ് ഈ വള്ളം മറിഞ്ഞ് അപകടത്തിൽപ്പെട്ടത്. 30ഓളം പേർ വള്ളത്തിലുണ്ടായിരുന്നു. ആദ്യം വലിയ അപകടമെന്നുള്ള വിവരമാണ് പുറത്തു വന്നത്. പിന്നീട് ആശ്വസിക്കാനുള്ള വാർത്തകൾ പിന്നീട് പുറത്തു വന്നു. ഈ അപകടത്തിൽ ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരെയും രക്ഷപ്പെടുത്താൻ സാധിച്ചുവെന്നതായിരുന്നു പിന്നീട് ലഭിച്ച വിവരം. രക്ഷപ്പെടുത്തിയ ആളുകളെ വൈക്കം താലൂക്ക് ആശുപത്രിയിലേക്കും മറ്റും മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴും ഈ കാണാതായ സുമേഷിനായുള്ള തെരച്ചിൽ തുടരുകയാണ്. ശക്തമായ ഒഴുക്കുണ്ട്. ആ തീരക്കരകളിൽ നിന്നും വലിയ രീതിയിൽ ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. എന്തായാലും ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി ഈ അപകടം ഉണ്ടാകുന്ന ഉടൻ തന്നെ ഫയർഫോഴ്സും പോലീസും സംഭവ സ്ഥലത്തേക്ക് എത്തി. അപ്പോഴേക്കും തന്നെ പരമാവധി ആളുകളെ നാട്ടുകാർ തന്നെ രക്ഷപ്പെടുത്തി പുറത്ത് എത്തിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്ന ആളുകൾ ആർക്കും അപകടകരമായ നിലയില്ല. എല്ലാവരും അവരുടെ ആരോഗ്യനില തൃപ്തികരമെന്നാണ് പ്രാഥമികമായ ജനപ്രതിനിധികളിൽ നിന്നും ലഭിക്കുന്ന വിവരം. എന്തായാലും ഇപ്പോഴും മുറിഞ്ഞിപ്പുഴയിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. അജി, അതായ ആൾ ആരാണ്? അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ ഈ ഘട്ടത്തിൽ? ഈ മരണ വീട്ടിലെത്തിയ അവരുടെ കുടുംബാംഗങ്ങളുടെ ബന്ധു ആയ സുമേഷ് എന്ന ആളെയാണ് കാണാതായിരിക്കുന്നത്. ഇയാളെ കാണാതായി എന്നുള്ള വിവരമാണ് ഇപ്പോൾ മറ്റുള്ള കൂട്ടത്തിൽ രക്ഷപ്പെടുത്തിയ ആളുകളിൽ നിന്നും പോലീസിനൊക്കെ ലഭിച്ചിരിക്കുന്ന വിവരം. സുമേഷിനെയാണ് ഇപ്പോൾ തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുന്നത്. സുമേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ പാണാവള്ളിയിൽ നിന്നും ഈ മരണം നടന്ന വീട്ടിലെ ഈ ചടങ്ങുകളിൽ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ എത്തിയതാണ്. ഇതിലാണ് ഈ അപകടമുണ്ടായത്. ഇന്നലെ മരണപ്പെട്ട ആളുടെ സംസ്കാര ചടങ്ങായിരുന്നു ഉച്ചയ്ക്ക് നടക്കരുത്. ആ ചടങ്ങിലേക്ക് എത്തിയ ആളുകളാണ് വള്ളം മറിഞ്ഞ് അപകടത്തിൽപ്പെട്ടത്. പക്ഷേ ഭൂരിഭാഗം ആളുകളെയും അപ്പോൾ തന്നെ രക്ഷപ്പെടുത്തി. ഈ സുമേഷിനെ മാത്രമാണ് കാണാതായത്. എന്തായാലും ഈ സുമേഷിനായുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ടെന്ന് പഞ്ചായത്ത് അംഗങ്ങളും ജനപ്രതിനിധികളും ഒക്കെയും നമ്മളോട് പ്രതികരിച്ചു. എന്തായാലും പോലീസും ഫയർഫോഴ്സും സ്കൂബ ടീമിന്റെ നേതൃത്വത്തിലുമൊക്കെയും പരിശോധന പുരോഗമിക്കുകയാണ്. ജോസി, ദയവായി തുടരണേ. ഇപ്പോൾ കെ രമേശനുണ്ട്, പഞ്ചായത്ത് അംഗമാണ്. ശ്രീ രമേശൻ, താങ്കൾക്ക് കേൾക്കാമോ? കേൾക്കാം. ഓക്കെ, എപ്പോഴാണ് ഈ അപകടം സംഭവിക്കുന്നത്? ഈ കാണാതായ ആളെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ താങ്കൾക്ക് ലഭ്യമായിട്ടുണ്ടോ? ഒന്ന് പറയാമോ? പിന്നെ 1 മണിക്കൂറിലധികമായി സംഭവം നടന്നിട്ട്. ഇവിടെ ഒരു കാട്ടിക്കുൻ തുരുത്തില് സിന്ധു എന്ന് പറയുന്ന ഒരു ആള് മരണപ്പെട്ടിരുന്നു. മരണസ്ഥലത്ത് വന്നിട്ട് പാണാവള്ളിയിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ മടങ്ങി പോകുന്ന സമയത്താണ് ഇത് സംഭവിച്ചത്. അപ്പൊ മൂവാറ്റുപുഴ ആറിന്റെ വേമ്പനാട്ട് കായലും കൂടി സംഗമിക്കുന്ന ഒരു സ്ഥലമാണിത്. അവിടെ നല്ല കാറ്റുണ്ട്. കാറ്റില് തിരമാലകള് വരുന്നു. തിരമാലയുടെ ശക്തിയിലാണ് വള്ളം മറിഞ്ഞത്. 30ഓളം എന്തോ ഇത് തിരമാലയിൽ ഒഴുക്കിൽപ്പെടുകയായിരുന്നോ? അതെ. തിരമാല ഒഴുക്കുമുണ്ട്, തിരമാലയുണ്ട്, കാറ്റുമുണ്ട്. ഇതിനിടയിൽ ഈ ഒരു നിശ്ചിത പ്രദേശം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരമാലയുടെ ഇത് കുറയും. പക്ഷെ ഇത് മുറിച്ചു കടന്ന് പോകാനുള്ള ശ്രമത്തിനിടയിലാണ് വള്ളം മറിഞ്ഞത്. ആരെയാണ് കാണാതായത് എന്നുള്ള ആളുടെ ഡീറ്റെയിൽസ്? 30ഓളം പേരാണ് യാത്ര ചെയ്തിരുന്നത്. ഇപ്പോ കണ്ണൻ എന്ന് പറയുന്ന ഒരാളെ കാണാനില്ല എന്നാണ് ഇപ്പൊ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കണ്ണൻ എന്നാണോ പേര്? കണ്ണൻ എന്നാണ് പേര്. ഇയാളുടെ അഡ്രസ് എവിടെയാണ്? അഡ്രസ്സൊന്നും കൃത്യമായിട്ട് ലഭ്യമായിട്ടില്ല. ഞങ്ങൾ 2 തുരുത്തിലായിട്ടാണ് നിൽക്കുന്നത്. ഈ നടുത്തുരുത്തിലും കാട്ടിക്കുന്ന് തുരുത്തെന്ന് പറയുന്ന 2 തുരുത്തുകളിൽ ായിട്ടാണ് ഈ പുഴ 2 കരകളിലായിട്ട് നിൽക്കുന്നത് കൊണ്ട് പൂർണ്ണമായിരുന്നു. പിന്നെ പിന്നീടുള്ള ആളുകളെല്ലാം ആശുപത്രിയിലേക്ക് വെള്ളം കുടിക്കുകയൊക്കെ ചെയ്ത ആളുകളെല്ലാം വൈക്കം ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്, കൊണ്ടുപോയിട്ടുണ്ട്. അവിടുത്തെ വിവരങ്ങള് ആശുപത്രി എത്തിയവരുടെ വിവരം അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഈ പരിക്കേറ്റവർക്ക് ഒരാളെ കാണാനുണ്ട്. പരിക്കേറ്റവര് എല്ലാം ആ പ്രദേശത്ത് നിന്നുള്ള ആളുകളായിരുന്നോ?
എല്ലാവരും പാണാവള്ളി പ്രദേശത്തുള്ളവരാണ്. ആ ഈ മരണ വീട്ടിൽ വന്നതാണ്. ഓക്കെ. അപ്പം അവരുടെ പരിക്ക് ഗുരുതരമുള്ളതൊന്നും അല്ലല്ലോ അല്ലേ? അവിടെ അത്ര ഒന്ന് രണ്ട് പേര് ഇത്തിരി വെള്ളം കാര്യമായി കുടിച്ചതായി, സാരമായി വെള്ളം കുടിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഓക്കെ. ഈ തുരുത്തിലേക്കുള്ള ഒരു യാത്രാ മാർഗം ഈ ബോട്ട് സർവീസ് ആയിരുന്നോ? അല്ല, ഇത് പാണാവള്ളിയിൽ നിന്ന് വരുന്നവർക്ക് ബോട്ടിൽ പൂത്തോട്ട് ഇറങ്ങിയിട്ട് കാട്ടിക്കുന്തുരുത്തേല് മരണ വീട്ടിൽ വരാനുള്ള സൗകര്യമുണ്ട്. ഇതൊരു ഷോർട്ട് കട്ടാണ്. വള്ളത്തേല് എഞ്ചിൻ വെച്ച് പാണാവള്ളിയിൽ നിന്ന് വന്നാൽ ഒരു 25 മിനിറ്റ് കൊണ്ട് പാണാവള്ളിയിൽ നിന്ന് കാട്ടിക്കുന്തുരുത്തേ വരാം. മറ്റേതാകുമ്പോൾ 1.5-2 മണിക്കൂർ എടുക്കും. ഇതൊരു എളുപ്പമാർഗമായിരുന്നല്ലേ? പോകാൻ പറ്റും. അതെ, ഒരു ഷോർട്ട് കട്ട് എന്നുള്ള രീതിയാണ്. 2-3 ദ്വീപുകൾ കടന്ന് എത്തിയാൽ മതി. വേമ്പനാട്ട് കായലിന് കുപ്പി മൂവാറ്റുപുഴ ആറുമായി ബന്ധിക്കുന്ന സ്ഥലമാണ് ഇത്. ഓക്കെ. വളരെയധികം നന്ദിയുണ്ട് ശ്രീ രമേശൻ. ഈ ഘട്ടത്തിൽ താങ്കൾ പ്രതികരിച്ചതിന്. താങ്കളും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നറിയാം. അതുകൊണ്ടാണ് താങ്കൾ വിവരങ്ങൾ നൽകിയതിന് നന്ദിയുണ്ട്.